ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടർക്കിഷ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ സ്റ്റാർട്ടറായിട്ടൊക്കെ കിട്ടുന്ന ഒരു റെസിപ്പിയാണ്, ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതല്ല എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. 1 ടീസ്പൂൺ അളവിൽ കറുവാപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഒറിഗാനോ ആണ്. അപ്പോൾ ഒറിഗാനോ ഇത് ഹോം മെയ്ഡാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ 1/4 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം, നല്ല ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊടിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ട് ആ മുളക് പൊടിയൊക്കെ നന്നായി മിക്സായിട്ട് നല്ലൊരു റെഡ് കളറ് വരും. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് മാരിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ചിക്കനിലേക്കുള്ള ഒരു അളവാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ബോൺലെസ് പീസാണ് ഇത് ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ എടുക്കാറുള്ളത്. ഞാനിപ്പോൾ ചെറുതായിട്ട് ബോണോട് കൂടിയുള്ള പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെറും ബോൺലെസ് ആകുമ്പോൾ ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പോൾ കുറച്ചൊരു ബോണോട് കൂടി എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് എല്ലുള്ള പീസുകളല്ല. ഇനിയിപ്പോൾ സാധാരണ പോലെ എല്ലുള്ള പീസുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഗ്രേവി അതിലെല്ലായിടത്തും നന്നായിട്ട് കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് പിന്നെ എടുത്ത് വേവിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊരു സോസ് ഉണ്ടാക്കണം. ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇതിലൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ബട്ടറിൽ ആ മൈദയുടെ ആ ഒരു പച്ചച്ചൊവ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി 1 കപ്പ് പാലെടുത്തിട്ട് അത് കുറേശ്ശെ ആയിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഈ മൈദ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മൊത്തത്തിൽ 1 കപ്പ് പാലാണ് ഇട്ട് എടുക്കുന്നത്. അതിൽ 1/2 കപ്പ് കൊണ്ട് നമുക്ക് ഈ മൈദ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ബാക്കി മൈദ കുക്കായതിന് ശേഷം ബാക്കി പകുതി പാലും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ പാല് ചേർത്തിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഈ മൈദയുടെ ചൊവ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പച്ച ചൊവ അത് മുന്നിട്ട് നിൽക്കും നമ്മുടെ വൈറ്റ് സോസിൽ. അപ്പോൾ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത് കേട്ടോ, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നട്ട്മഗ് പൗഡറാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലേവർ നോക്കിയിട്ട് ഫ്ലേവർ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 അല്പം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നട്ട്മഗ് പൗഡർ എന്ന് പറയുന്നത് ജാതിക്ക പൊടിയാണ് കേട്ടോ, ജാതിക്ക പൊടിച്ചെടുത്തതാണ്. ഇനി ബാക്കിയുള്ള പാലും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ആ ഒരു മൈദ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ട് അത് പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ ആ മൈദ കുക്കായി കിട്ടാൻ പ്രയാസമാണ്.
അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തണുത്ത് വരുന്ന സമയത്ത് ഒന്നും കൂടെ തിക്കായി കിട്ടും. അപ്പോൾ ഇത്രയും ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അല്പം മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കാരണം നമ്മൾ ആ ചിക്കനിൽ ഓയിൽ ചേർത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൽ തന്നെ ഉണ്ടാകും ഓയിൽ. അപ്പോൾ ഒരുപാട് വേണ്ട, കുറച്ച് ഓയിൽ മാത്രം, 1 ടീസ്പൂണൊക്കെ മതി. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ഒരുപാട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കനിന്ന്. അപ്പോൾ ബോണുള്ള പീസൊക്കെയാണ്, എല്ലോട് കൂടിയുള്ള പീസൊക്കെയാണ് എടുത്തിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഇറങ്ങും, കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഒന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ബോൺലെസ് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിത് മറിച്ചിട്ടതിന് ശേഷമാണ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം 2 സൈഡും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ആ ഒരു ഭാഗം ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് മറന്നു പോവരുത്, അതല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. കാരണം ഇതിൽ മസാലയൊക്കെ ഉള്ളതല്ലേ, ആ ഒരു മസാലയൊക്കെ ഇതിൻ്റെ അടിക്ക് പിടിച്ച് കരിഞ്ഞു പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും നമുക്ക് ഇങ്ങനെ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിതിൽ തൈരും വിനാഗിരിയൊക്കെ ചേർത്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ചിക്കന് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വൈറ്റ് സോസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു വൈറ്റ് സോസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് ചീസ് കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മോസറല്ല ചീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അത് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ വെക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിഷ് രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമൊക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ചീസ് ഇടുന്ന ആ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കുന്ന സമയത്ത് മാത്രം അതിൽ ഒന്ന് ചൂടാവാൻ വെച്ചിട്ട് ആ ഒരു ചീസ് അതിന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അത് തണുത്ത് കഴിയുമ്പോൾ ആ ചൂട് പോകുമ്പോൾ ആ ചീസൊക്കെ തണുത്തിട്ട് ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ ഒരു സമയത്ത് ആ ചീസ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. കഴിയുന്നത് നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്തേക്ക് ഇങ്ങനത്തെ ഡിഷൊക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്